ഈ കേന്ദ്രമന്ത്രിസഭയിലെ കേരളത്തിന്റെ പ്രാതിനിധ്യം സ്വാഗതാർഹമെന്ന് സിറോ മലബാർ സഭ. സുരേഷ് ഗോപിയെയും ജോർജ് കുര്യനെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതിൽ സന്തോഷം. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്ര നിർമ്മാണ യത്നങ്ങൾക്ക് പിന്തുണ വാഗ്ദാനം ചെയ്തതായും സിറോ മലബാർ സഭ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രദീപ് ജോസഫ് ചേരുന്നു. പ്രദീപ്, പറയൂ വിവരങ്ങൾ. കേന്ദ്ര മന്ത്രിസഭയിലെ കേരളത്തിൻ്റെ പ്രാതിനിധ്യത്തെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് സിറോ മലബാർ സഭ രംഗത്ത് വന്നിരിക്കുന്നത്. സിറോ മലബാർ സഭയ്ക്ക് വേണ്ടി പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റിയാണ് ഇരുവരുടെയും കേന്ദ്ര മന്ത്രി പദവിയെ സ്വാഗതം ചെയ്തിരിക്കുന്നത്. സുരേഷ് ഗോപിയും ഒപ്പം ജോർജ് കുര്യനും കേന്ദ്ര മന്ത്രിമാർ എന്നുള്ള പദവിയിൽ എത്തിയതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ടെന്ന് സിറോ മലബാർ സഭ വാർത്താക്കുറിപ്പിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഭരണഘടനാ തത്വങ്ങൾ അടിസ്ഥാനമാക്കി മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മികച്ച രീതിയിൽ രാജ്യത്തിൻ്റെ ബഹുസ്വരത സംരക്ഷിച്ചുകൊണ്ട് മുന്നേറാൻ സാധിക്കും എന്നാണ് പുതിയ സർക്കാരിനുള്ള ആശംസ എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ മാനവിക മൂല്യങ്ങൾ എല്ലാം പാലിക്കപ്പെടുന്നതാകണം. ഒപ്പം വികസനത്തിലേക്കും സാമൂഹിക പുരോഗതിയിലേക്കും രാജ്യത്തെ നയിക്കാൻ പുതിയ സർക്കാരിന് കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. ഇത്തരം ഉദ്യമങ്ങളിൽ ഇക്കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് രാജ്യവികസനത്തിന് കേന്ദ്ര സർക്കാർ നടത്തുന്ന ശ്രമങ്ങളിൽ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നുവെന്നും സിറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി വാർത്താക്കുറിപ്പിലൂടെ ആശംസിച്ചു.